സാറിനെ കൊണ്ട് തന്നെ ക്ഷണക്കത്ത് എഴുതിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇരിക്കണം സാർ, പ്ലീസ്. ശ്രീലക്ഷ്മിയുടെ അച്ഛാ, പ്ലീസ്. അല്ല, പ്ലീസ് സാർ. എടുത്തോണ്ട് വാ. കൊടുത്തോ കൊടുത്തോ. മുകളിൽ ഓം എന്നെഴുതണം. നീരേറ്റ് കോളനിയിൽ സുദർശനം വീട്ടിൽ കെ സുദർശൻ സരോജൻ ദമ്പതികളുടെ മകൾ ശ്രീലക്ഷ്മിയും ശ്രീനിലയം വീട്ടിൽ ശ്രീലക്ഷ്മിയുടെ മകൻ സച്ചിദാനന്ദനും തമ്മിലുള്ള വിവാഹം നവംബർ 14-ാം തീയതി 10:30 നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മോളെ, പ്രസ്തുത മംഗളകർമ്മത്തിൽ പങ്കുകൊള്ളുന്നതിന് താങ്കളുടെ സകുടുംബ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഉപചാരപൂർവം കെ സുദർശനൻ, കെ പി സരോജം. മതി തിരുമേനി, ധാരാളം. ആ, അവസാനം രവി സാറിന്റെയും ഗായത്രി ദേവി അമ്മയുടെയും പേരുകൂടി എഴുതി ചേർക്കണം. അവര് കാരണമാണ് ഈ വിവാഹം നടക്കുന്നത്. അല്ല ശ്രീലക്ഷ്മിയുടെ അച്ഛാ, അത് പിന്നെ ഞങ്ങളുടെ പേരെന്തിനാ ഇതില്? അതല്ല സാർ, ക്ഷണക്കത്തിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അത് പൂർണ്ണമാവില്ല സാർ. ദയവ് ചെയ്ത് പറ്റില്ലെന്ന് പറയരുത് സാർ, പ്ലീസ്. അതെൻ്റെ മകൾക്കുള്ള ആശീർവാദമാണെന്ന് കരുതിയാൽ മതി, പ്ലീസ്. താഴെ ഉപചാരപൂർവം എന്നുള്ളിടത്ത് സാറിൻ്റെ അമ്മയുടെയും പേരുകൂടി എഴുതി ചേർക്കണം, പ്ലീസ്.
എല്ലാവരും അവിടെ നിൽക്കുമ്പോൾ താനെന്തിനാ ഇവിടെ ഒന്നൊറ്റയ്ക്ക് നിൽക്കുന്ന? മറ്റുള്ളവരെന്ത് വിചാരിക്കും? പിന്നെ താൻ നേരത്തെ പറഞ്ഞില്ലേ പേര് മാറ്റാൻ പോകുന്നു. അതെന്തിനാ അങ്ങനെ? താൻ കാരണം ആരുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല ശ്രീലക്ഷ്മി. അത് വേണം താൻ മനസ്സിലാക്കാൻ. ആരുടെ മനസ്സാണ് സർ? ആരുടെ മനസ്സ് വേദനിക്കാൻ പാടില്ലെന്നാ സാർ ഉദ്ദേശിച്ചത്? സാറിന്റെ ആണോ അതോ എന്റെയോ? ശ്രീലക്ഷ്മി പ്ലീസ്, സച്ചി ഈസ് എ ജെന്റിൽമാൻ. അത് അയാളുടെ ഓരോ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തന്റെ മഹാഭാഗ്യമാണ് അയാൾ ഭർത്താവായിട്ട് കിട്ടുന്നത്. ഇനിയെങ്കിലും കഴിഞ്ഞു പോയതൊക്കെ മറന്ന് സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ നോക്ക്. അതാണ് എല്ലാവർക്കും നല്ലത്. ശരിയാണ്, എല്ലാവർക്കും നല്ലത്. പക്ഷേ അതാണോ സർ ശരിയായ തീരുമാനം? എല്ലാത്തിനൊരു ന്യായവും ശരിയൊക്കെ ഇല്ലേ ഈ ലോകത്ത്? എന്നുവെച്ചാ വിവാഹത്തിന് മുൻപ് തന്നെ എനിക്ക് സച്ചിയോട് എല്ലാം തുറന്നു പറയണം സർ. അതാണ് ശരിയായ ന്യായം. സർ എന്റെ കൺമുന്നിലൂടെ പോകുന്നതും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അഭിനയിക്കുന്നതും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എനിക്ക്. ഒന്നെങ്കിൽ സാറ് മേലിൽ എന്റെ കൺമുന്നിൽ വരരുത്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് സച്ചിയോട് പറയാൻ എന്നെ അനുവദിക്കണം. അതാണ് അതിന്റെ ഒരു ന്യായമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താനിങ്ങനെ കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ തുടങ്ങിയാൽ ഈ വിവാഹം മുടങ്ങിപ്പോകും ശ്രീലക്ഷ്മി. അത് മതി തന്റെ അച്ഛൻ എന്നേക്കുമായിട്ട് വീണ്ടും വീണു പോവാൻ. ശ്രീലക്ഷ്മി എന്നെ നോക്ക്. ശ്രീലക്ഷ്മി എന്നെ നോക്കാൻ. നടന്നതൊക്കെ നമ്മൾ മറന്നേ പറ്റൂ. തനിക്ക് വരാൻ പോകുന്ന നല്ലൊരു ജീവിതത്തിന് പഴയ ഓർമ്മകളൊക്കെ തടസ്സമാകാൻ പാടില്ല. അതിനനുവദിക്കില്ല ഞാൻ. അനുവദിക്കാൻ പാടില്ല. അതാണ് സത്യം. എന്റെ പഴയ ജീവിതം സന്തോഷകരമായിരുന്നു സർ. പിന്നെങ്ങനെ എനിക്കിത് മറക്കാൻ പറ്റും? കമോൺ. ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ ഈ സംസാരം എവിടെയും ചെന്ന് അവസാനിക്കില്ല ശ്രീലക്ഷ്മി. ഇനിയെങ്കിലും താനത് മനസ്സിലാക്കുക. ഇന്ന് തന്നെ താൻ്റെ ഉറച്ച തീരുമാനത്തിലെത്തിയേ പറ്റൂ. ഇനിയുള്ള നാളുകളിൽ ജീവനില്ലാത്ത മുഖവും വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പേര് മാറ്റാം, പഴയതൊക്കെ സച്ചിയോട് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആർക്കും മനസ്സിലാവും തനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. So forget your past and keep smiling. Please. എവിടെ പോയാലും എന്ത് സിറ്റുവേഷൻ വന്നാലും ഇത് നോക്കിയാൽ മതി. യു തോട്ട് മീ ദിസ് ലെസൺ. ഓർമ്മിച്ചു നോക്കുക.
സോറി സർ. സാർ എന്നെ നന്നായി മനസ്സിലാക്കിയെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. അത് തെറ്റായിപ്പോയി. ഇന്നലെയോ മെനഞ്ഞോ വന്ന സച്ചിയ എന്നെ കൂടുതൽ മനസ്സിലാക്കിയത്. ഈ തീരുമാനത്തിന് സമ്മതമാണോ എന്ന് സച്ചി എന്നോട് ചോദിച്ചു. എനിക്ക് തീരുമാനം എടുക്കാനുള്ള അവസരം തന്നു. ഈ തീരുമാനത്തിൽ എനിക്ക് സന്തോഷമാണോ, ആർ യു ഹാപ്പി എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. എന്നാൽ എന്റെ അച്ഛനും എന്നോട് അത് ചോദിച്ചില്ല. സാറും ചോദിച്ചില്ല ഒരിക്കലും. എന്നാൽ സച്ചി എന്നോട് ചോദിച്ചു. നാളെയും അത് ചിലപ്പോ ചോദിച്ചു എന്നിരിക്കും. അങ്ങനെ ചോദിക്കുമ്പോ ഞാൻ എന്തുത്തരം കൊടുക്കണം സർ? സാറ് തന്നെ പറയേ. സച്ചി അങ്ങനെ ചോദിച്ചെങ്കിൽ താൻ സന്തോഷിക്കണം ശ്രീലക്ഷ്മി. സച്ചിയുടെ ആ വാക്കുകൾ തന്നെയാണ് താൻ ഭാവിയിൽ സന്തോഷത്തോടെ ജീവിക്കുക എന്നതിന്റെ ഏറ്റവും വലിയ ഉറപ്പ്. Thank God, I'm relieved now. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി. അല്ല, താനെന്തിനാ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? കൃഷ്ണയുണ്ടോ കൂടെ? എന്തു പറ്റും എനിക്ക്? ആർ യു ഓക്കെ ശ്രീലക്ഷ്മി? എന്തു പറ്റിപ്പോ? വീട്ടിൽ നടന്നൊക്കെ തനിക്ക് ബുദ്ധിമുട്ടായോ? ഗുഡ്. രാവിലെ തന്റെ മെസ്സേജ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി താൻ വളരെ ഇമോഷണൽ ആണെന്ന്. ഓർമ്മയില്ലേ നെവർ ലെറ്റ് മീ ഗോ എന്ന് താൻ എനിക്ക് മെസ്സേജ് അയച്ചത്? ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ. താനത് അയച്ചപ്പോ താൻ എന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. താൻ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ആ 3 അക്ഷരം ഞാൻ എന്റെ ജീവിത അവസാനം വരെ കാത്തു സൂക്ഷിക്കും ശ്രീലക്ഷ്മി. യു ക്യാൻ ബിലീവ് മീ, ഐ പ്രോമിസ്. ആക്ച്വലി നേരത്തെ വീട്ടിലെ സിറ്റുവേഷൻ അല്പം ആശങ്ക ഉണ്ടാക്കിയെന്നത് സത്യമാണ്. തന്റെ അനുവാദം ഇല്ലാതെ തന്നെ തന്റെ പഴയ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു. ഐ എം വെരി സോറി. തന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പു തരാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. മുമ്പ് മുടങ്ങിപ്പോയ ആലോചനയെപ്പറ്റി താനെന്ന് ജ്വല്ലറി വെച്ച് പറഞ്ഞില്ലേ, അതിനെപ്പറ്റിയാണ് വീട്ടിൽ സംസാരിക്കുന്നതെന്ന് ഞാൻ ഊഹിച്ചു. അത്രയേ ഉള്ളൂ. നോക്കൂ ശ്രീലക്ഷ്മി, തന്നെ പറ്റിയും തന്റെ പാസ്റ്റിനെ പറ്റിയൊക്കെ പറയുന്നത് തന്റെ ഇഷ്ടമാണ്. ചില കാര്യങ്ങൾ തനിക്ക് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല. പക്ഷേ വേറൊരാൾ വന്ന് തന്നെ പറ്റി പറയുന്നത് എനിക്കിഷ്ടമല്ല. അതിന് അനുവദിക്കുകയില്ല ഞാൻ. കാരണം നമ്മൾ പരസ്പരം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ നമ്മുടെ റിലേഷൻ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കുമെന്ന ഞാൻ വിശ്വസിക്കുന്നത്. താൻ സൈലന്റ് ആണെന്നും ഇപ്പൊ തനിക്കൊന്നും സംസാരിക്കാൻ കഴിയില്ലെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഇനി എന്റെ സംസാരത്തിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ സോറി ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല സച്ചി. എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് എനിക്ക് നന്ദി, സന്തോഷമുണ്ട്. താങ്ക്സ് അ ലോട്ട്. യു ആർ വെൽക്കം.
ആക്ച്വലി ഞാൻ തന്നോടൊരു കാര്യം മറച്ചു വെച്ചു. അതൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ തന്നെ അന്വേഷിച്ചു വന്നത്. അത് വേറൊന്നുമല്ല, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തന്റെ അച്ഛന്റെ ഫോണിൽ നിന്ന് തനിക്ക് മെസ്സേജ് അയച്ചത് ഞാനാ. അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. തന്നോട് അസുഖത്തെക്കുറിച്ച് ഒന്നും പറയരുതെന്ന് അങ്കിൾ എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചു കളഞ്ഞു. അത് മറച്ചു വെക്കേണ്ടി വന്നത്. ഇനി മുതൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഐ പ്രോമിസ്. ഓ, എല്ലാം തുറന്നു പറഞ്ഞപ്പോ മനസ്സിന്റെ ഭാരം ഒന്ന് കുറഞ്ഞു. നൗ ഐ ആം ഫീൽ വെരി ലൈറ്റ് ആൻഡ് കംഫർട്ടബിൾ. നമ്മുടെ ഈ പുതിയ ജീവിതയാത്രയിൽ എപ്പോഴും തൻ്റെ കൂടെ ഞാനും ഉണ്ടാവും. ഹാപ്പി ടൂതർനെസ് ശ്രീലക്ഷ്മി. ഇതാ തന്റെ തലച്ചൂടിയിരുന്ന പൂവ് വഴി കിടന്ന് കിട്ടിയതാ. ഏയ്, ഒരു മിനിറ്റ്. ഹായ് സ്മൈലി. യാ, വെരി നൈസ്. ശ്രീ, കഴിക്കാൻ വിളിക്കുന്നു, അകത്തേക്ക് വരൂ. ആ, ഒരു നിമിഷം. സച്ചി വരൂ. സാർ, സാറെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? വരൂ സാർ, ഭക്ഷണം കഴിക്കാം. കൃഷ്ണ, താനൊരു സഹായം ചെയ്യനിക്ക്. പറഞ്ഞോളൂ സാർ, ഞാൻ റെഡിയാണ്. സഹായം എനിക്കല്ല, ശ്രീലക്ഷ്മിക്ക്. അവൾക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടെന്ന് അവളുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് മാറണമെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും എന്റെയും അവളുടെ ബന്ധത്തെക്കുറിച്ച് ആരും അറിയാൻ പാടില്ല. ആ ഉത്തരവാദിത്വം താൻ വേണം ഏറ്റെടുക്കാൻ. താങ്ക് യു. താങ്ക്സ് ലോട്ട്.